തമ്പുരാക്കന്മാർ ബുദ്ധിരാക്ഷസന്മാരാണല്ലോ. കൊലപാതകവും കുഴിച്ചുമൂടലും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെ. മണ്ണെടുക്കട്ടെ. ഇവിടെ നിന്നല്ല എടുക്കേണ്ടത്. പിന്നെ മൃതശരീരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ണ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അത്രത്തോളം കുഴിക്കണ്ടേ? ആപത്തുകൾ ഒഴിഞ്ഞേ പറ്റൂ. കുഴിക്ക്. എന്തും കുഴിച്ചുമൂടാൻ എളുപ്പമാണ്, പുറത്തെടുക്കാനാണ് പ്രയാസം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്നും സഹായിച്ചൂടെ? കൂട്ടുവരാനേ എനിക്ക് പറ്റൂ. ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ. പെട്ടെന്നാവട്ടെ. ഇവിടെ നിർത്താ പോരെ? പോരാ, അവളുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ണ് തന്നെ വേണം. കുഴിക്കൂ. തളർച്ച പാടില്ല. തളർന്നു എന്ന് തോന്നിയാൽ അവളുടെ ശക്തി വർദ്ധിക്കും. നിലവിട്ട് കഴിഞ്ഞാൽ കർമ്മങ്ങൾക്ക് പോലും തടയാൻ സാധിക്കില്ല. ഇവിടെ നിർത്താൻ മതിയല്ലോ അല്ലേ? ഇവിടുന്ന് നോക്കൂ, ഏട്ടത്തി വല്ലാതെ പരിഭ്രമത്തിലാണ്. നേരം പുലർന്നിട്ടും ഏട്ടനും ആ പരികർമ്മി പെണ്ണും തിരിച്ചെത്തിയില്ലല്ലോ. എന്താ സംഭവിച്ചെന്നറിയില്ല. പുറത്തിറങ്ങാൻ പാടില്ലെന്ന് കൽപ്പനയുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അശുഭങ്ങൾ നോക്കാതെ മറ്റു പല സ്ഥലത്തേക്കും ഇറങ്ങാൻ അറിയാലോ. പിന്നെന്താ ഏട്ടനെ തിരക്കി പോകാൻ ഒരു മടി? സഹദേവ, ഏട്ടനെ ഒന്ന് അന്വേഷിക്കണ്ടേ? പോയിരിക്കുന്നത് അവളെ കുഴിച്ചിട്ട സ്ഥലത്തേക്കാണ്. ഈ വീടിനകത്ത് ഇത്രയും അത്ഭുതം കാണിക്കുന്നവർ അവിടെയും കാണിക്കില്ല എന്ന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം. നേരെ ജോൾസിന്റെ അടുത്തേക്ക് പോവാം. അദ്ദേഹത്തിന് പ്രശ്നം വെക്കുമ്പോൾ അറിയാൻ കഴിയുമല്ലോ. അത് കഴിഞ്ഞ് പൂജയ്ക്കായി അദ്ദേഹത്തെയും കൂടി ഇവിടെ എത്തുകയും ചെയ്യാം. എങ്കിൽ അതാണ് നല്ലത്. സഹദേവൻ പോയിട്ട് വരും. നമ്മൾ രണ്ടുപേരും എന്ത് ധൈര്യത്തിൽ എവിടെ ഇരിക്കുന്നത്? ജോൾസിനില്ല, വന്ന പരികർമ്മിയും പോയിരിക്കുന്നു. ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? പേടിക്കാതിരിക്കൂ രാധികെ, ഒന്നും സംഭവിക്കില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അങ്ങേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ തയ്യാറല്ല. തളയ്ക്കാനാണ് ആ ജോത്സ്യം വരുന്നതെന്ന് ആ യക്ഷിക്കും അറിയാലോ. അതിനു മുമ്പ് അവള് നമ്മളെ വകവരുത്തില്ലെന്ന് എന്താ ഉറപ്പ്? സഹദേവ, അശുഭങ്ങളാണ് കാണുന്നത് മുഴുവൻ. രാധിക പറയുന്നത് കേട്ടപ്പോ എനിക്കിനി ഇവിടെ നിൽക്കണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് ജോത്സ്യന്റെ അടുത്തേക്ക് പോകാം. എങ്കിൽ അങ്ങനെ ആവട്ടെ. ഏട്ടത്തി വിഷമിക്കാതിരിക്കൂ. എല്ലാത്തിനുള്ള പരിഹാരം ജോത്സ്യം കണ്ടോളൂ. വരൂ, വാ. ഭദ്ര കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തില് ഏട്ടനമ്പുരാൻ പോയത്. നേരം വെളുത്തിട്ടും മടങ്ങിയെത്തിയില്ല. അവിടം വരെ ഒന്ന് പോയി നോക്കാമായിരുന്നില്ലേ? അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഞാനും കൂടി അങ്ങോട്ട് ചെന്നിട്ട്. തിരുമേനി, നകുലേട്ടന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ? പേടിക്കാതിരിക്കുക. കർമ്മങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുമായി നാം ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അദ്ദേഹം ഇല്ലാതെ എന്ത് പൂജ, എന്ത് പരിഹാരം? തിരുമേനി, എന്തെങ്കിലും ഒരു വഴി പറയൂ. ഒരു കാര്യം ചെയ്യാം, നാം നിങ്ങളുടെ കൂടെ വരാം. നമുക്ക് ആ സ്ഥലം വരെ ഒന്ന് പോയി നോക്കാം. വരൂ.
അയ്യോ ചേട്ടൻ നകുലേട്ടാ ചേട്ടാ നകുലേട്ടാ നകുലേട്ടാ അയ്യോ 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 നകുലേട്ടാ നകുലേട്ടാ ശബ്ദം വരുത്. നകുലേട്ടാ തിരുമേനി എന്താ ചെയ്യേണ്ടത്? അയ്യോ. വേഗം പുറത്തെടുക്ക. അയ്യോ അയ്യോ ആ, പിടിക്കാം. പിടിക്കാം. നകുലേട്ടാ അങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് നകുലേട്ടാ ചേട്ടാ നകുലേട്ടാ ചേട്ടാ എഴുന്നേക്ക് അയ്യോ ചേട്ടാ ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. കൈകാലുകൾ മരവിച്ചിട്ടുണ്ട്. ചൂടാക്കണം. ആ, വേഗാട്ടെ. ആ. നകുലേട്ടാ 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 നകുലൻ, 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 നകുലേട്ടാ എഴുന്നേക്ക് നകുലൻ. നകുലേട്ടാ നകുലേട്ടാ ചേട്ടാ ചേട്ടാ എന്താ എന്തു പറ്റി? ശരിക്കും എന്താ സംഭവിച്ചത്? ഭദ്രയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ കുഴി തോണ്ടി ശവശരീരത്തിന് തൊട്ടടുത്തുള്ള മണ്ണ് തന്നെ വേണമെന്ന് ഉറച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും കുഴിച്ചു. എന്നിട്ട് പെട്ടെന്ന് എല്ലാത്തൊരു വെള്ളി വെളിച്ചം വന്ന് ഇവിടെ ആകെ അങ്ങ് മൂടി. പിന്നെ എനിക്ക് കണ്ണ് കാണാതായി. ആരൊക്കെയോ അടുത്ത് വരുന്ന കാലടി ശബ്ദം കേട്ടു. പിന്നെ ചുറ്റും അട്ടഹാസങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെ ആയിരുന്നു. ഒടുവിൽ ആരൊക്കെയോ എന്നെ കുഴിയിലേക്ക് എടുത്തെറിയുന്ന പോലെ. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ചേട്ടാ അവരോടെ ഭദ്ര അവര് പേടിച്ചു പോയി കാണും. അവളെ വിശ്വസിച്ച് ഇറങ്ങിയതാണ് തെറ്റ്. ജോത്സനെയും കൂട്ടി വന്നാ മതിയായിരുന്നു. തിരുമേനി, ആപത്തിന്റെ കാഠിന്യം ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ ഇവർക്ക് ആർക്കെങ്കിലും ആകാം. നാം പറഞ്ഞുവല്ലോ, അടക്കി നിർത്താൻ സാധിക്കുന്നത് വരെ ആത്മാവ് അതീവ ശക്തിശാലിയായിരിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് പൂജ തുടങ്ങണം. പേടിക്കരുത് നകുലേട്ടാ, എല്ലാം ശരിയാകും. ഇനി ഒരു പരീക്ഷണം ഉണ്ടാവില്ല.